Hi everyone, I am Jithin Pinnacle, English faculty ആണ്. ഏവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ കംപ്ലീറ്റ് ടോപ്പിക്സുകൾ അല്ലേ ഈ AZB അക്കാഡമിയിൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് 1 by 1 ആയിട്ട്. നമ്മൾ ഈ ഒരു സെഷൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഏതൊക്കെ ടോപ്പിക്സാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്, എന്താണ് ഇതിൻ്റെ സിലബസ്, ആ സിലബസുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളൊരു ഒരു ടോപ്പിക് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ മാത്രമുള്ളൊരു ക്ലാസ്സാണ്. ഇതൊരു എന്താണ് ടോപ്പിക്കിൻ്റെ, അതായത് എൻ്റർലി നമ്മൾ ആ ടോപ്പിക് റിലേറ്റ് ചെയ്യുന്ന ക്ലാസ് അല്ല, ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്ലാസ് ആയിട്ടാണ് അല്ലേ. ഏതൊക്കെ ടോപ്പിക്കിലാണ് നമുക്ക് വേണ്ടത് അല്ലേ, ആ ടോപ്പിക്കിനുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എക്സാംസിന് വരുന്നത്, അതിൻ്റെ ഒരു ഡിസ്കഷൻ മാത്രമായിട്ടാണ്. സോ എങ്കിലും നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് മാത്രമാണെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടാവുന്ന പോയിന്റ്സ് നിങ്ങൾ മനസ്സിലാക്കുക, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി പോകാം. ഓക്കെ, നമുക്കറിയാം ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് 2 സെഷൻസ് ആയിട്ടാണ് ചോദ്യങ്ങൾ വരുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ടെസ്റ്റ് ഓഫ് ഗ്രാമർ. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഏതാണ് വരുന്നത്? ടെസ്റ്റ് ഓഫ് വൊക്കാബുലറി. യെസ്, നമ്മൾ 10th ലെവൽ ഓഫ് എക്സാമിനേഷൻ ആണെങ്കിലും 12th ലെവലാണെന്നുണ്ടെങ്കിലും ഡിഗ്രി ലെവലൊക്കെ ആണെന്നുണ്ടെങ്കിലും മാർക്കിന്റെ കാര്യത്തിൽ വ്യത്യാസം വരുന്നുണ്ടാവും. നിങ്ങൾക്കറിയാം, ഇപ്പം എന്താ പറയുന്നത്, 10th ലെവൽ അല്ലെങ്കിൽ പ്ലസ് ലെവലൊക്കെ ഇപ്പം നമ്മൾ 10 മാർക്കിന് ഇംഗ്ലീഷാണ്. എന്നാൽ ഡിഗ്രി ലെവൽ പ്രിലിംസ്, ഇപ്പം വരാനിരിക്കുന്ന സെക്കൻഡറി ടെസ്റ്റിന്റെ പോലുള്ള പ്രിലിംസ് എക്സാമിനേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ലെവലിലെ പ്രിലിംസിനൊക്കെ 20 മാർക്സ് ആണ്, മെയിൻസിന് 13 മാർക്കാണ്. അങ്ങനെ മാർക്കിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. സിലബസിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ സെയിം തന്നെയാണ്. ദാറ്റ് മീൻസ് 2 പാർട്ടുകളായിട്ടാണ് അല്ലെങ്കിൽ 2 കാറ്റഗറിയിലാണ് ക്വസ്റ്റ്യൻസ് കയറി വരുന്നത്. ഒന്ന് ഗ്രാമർ പാർട്സ്, പക്ക ഗ്രാമർ. നെക്സ്റ്റ് എന്താണ്? വൊക്കാബുലറി. വൊക്കാബുലറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഗ്രാമറുമായിട്ട് യാതൊരു ബന്ധവുമില്ല, വാക്കുകളുമായിട്ടുള്ള നമ്മുടെ ബന്ധങ്ങൾ അല്ലേ, മീനിങ്സ്, ഓപ്പോസിറ്റ്സ് അല്ലേ, പല രീതിയിലുള്ള വൺവേർഡുകൾ, ഫ്രേസൽ വേർഡ്സുകൾ, ഇഡിയംസുകളുടെയൊക്കെ മീനിങ്സ് അല്ലേ. ഈ പറഞ്ഞിരിക്കുന്നതാണ് നമ്പർ, സിംഗുലർ പ്ലൂറൽ ഫോംസുകൾ, ജെൻഡർ, മെയിൽ ഫീമെയിൽ ജെൻഡർ കാറ്റഗറി, ഈ ആനിമൽ കാറ്റഗറിയിലൊക്കെ അവയുടെ യങ് വൺസ്, അവയുടെ സൗണ്ട്, അവയുടെ ഡ്വെല്ലിംഗ് പ്ലേസ്, പിന്നെ എന്താണ് നൗൺസുകളുടെയൊക്കെ കളക്റ്റീവ് ഫോംസ്, സ്പെൽ ചെക്ക് അല്ലേ. ഇതൊക്കെയാണ് വൊക്കാബുലറി പാർട്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഏതൊക്കെയാണെന്നുള്ളത്. ദെൻ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമർ സെഷൻ നിങ്ങൾ മസ്റ്റായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ഏതൊക്കെ ടോപ്പിക്സുകളാണ് വേണ്ടത്, ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട മേജർ ടോപ്പിക്സുകൾ ഏതൊക്കെയാണ്, അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, എങ്ങനെയാണ് പ്രിപ്പയർഡ് ആവേണ്ടത് അല്ലേ, ഓരോ ടോപ്പിക്ക് നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം, ആ ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാംസിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ദെൻ ഹൗ ടു ആൻസർ അല്ലേ, എങ്ങനെ നമുക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും ഡെഫിനറ്റ് ആയിട്ടും. ദാറ്റ് മീൻസ് അപ്ഡേഷൻ ഇല്ലാത്തൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. പുതുതായിട്ട് കാര്യങ്ങളൊന്നും തന്നെയില്ല, നിലനിൽക്കുന്ന ഗ്രാമർ റൂൾസ് ഒന്നും പുതുതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടല്ലോ, അപ്ഡേറ്റ് ചെയ്ത് വരുന്നില്ല, നിലനിൽക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ഒരു ടോപ്പിക് നമ്മൾ ബേസ് ലെവൽ മുതൽ അഡ്വാൻസ് ലെവലിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് കയറി വന്നു കഴിഞ്ഞാൽ അതിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ദെൻ ഇംഗ്ലീഷിൽ ഏതൊക്കെ ടോപ്പിക്സാണ് നിങ്ങൾ പഠിക്കേണ്ടത്, എങ്ങനെയാണ് അത് പഠിക്കേണ്ടത് അല്ലേ, ദെൻ എങ്ങനെയൊക്കെയാണ് അത് എന്താണ് പ്രിപ്പയർഡ് ആവേണ്ടത്, എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ആ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഓരോ ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്ത് വരുന്ന എന്താണ് എക്സെപ്ഷണൽ മോഡൽസ് ഏതാണ്, നമ്മളെ കൺഫ്യൂസിംഗ് ആക്കുന്ന മോഡൽസ് ഉണ്ട് ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് അല്ലേ, അതൊക്കെ നമുക്ക് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പെട്ടെന്ന് ചാടിക്കയറി എല്ലാം കൂടെ ഒടിച്ചിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റം അല്ല ഇംഗ്ലീഷ് ഗ്രാമർ ലേണിംഗ് എന്ന് പറയുന്നത്. സിസ്റ്റമാറ്റിക് ആയിട്ട് ബേസ് ലെവൽ മുതൽ അതിൻ്റെ അഡ്വാൻസ് ലെവൽ മുതൽ 1 by 1 ആയിട്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ദെൻ കംപ്ലീറ്റ് ടോപ്പിക്കുകളും നിങ്ങൾക്ക് ഈ ആപ്പിൽ ലഭ്യമാണ് ടോപ്പിക് ബേസിൽ. ഇന്നത്തെ ഈ സെഷൻ ഈ പറഞ്ഞിരിക്കുന്ന ദെൻ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഓരോ ടോപ്പിക്കും നമ്മൾ ദെൻ അതിൻ്റെ ഓരോ എന്താണ് സിംഗിൾ എക്സാംസിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ മാത്രമേ ഉള്ളൂ, എങ്കിലും അതൊരു പോയിന്റ് ആയിരിക്കും, മനസ്സിലായല്ലോ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ദെൻ ഇംഗ്ലീഷ് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് എന്താ വന്നിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ഗ്രാമർ അല്ലെങ്കിൽ വൊക്കാബുലറി പാർട്ടിൽ ആദ്യം നമുക്ക് ഗ്രാമർ സെഷനിൽ കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ടോപ്പിക്കാണ് ടെൻസസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് അല്ലേ, ടെൻസുമായിട്ട് ബന്ധപ്പെട്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ടാഗ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ആർട്ടിക്കിൾസ് അല്ലേ, ആർട്ടിക്കിൾസ്, റിപ്പോർട്ട് സ്പീച്ച്, ഞാൻ സ്പീച്ച് എന്ന് എഴുതുന്നത് റിപ്പോർട്ട് സ്പീച്ച് ആണ് കേട്ടോ. ദെൻ പ്രിപ്പോസിഷൻസ്, പിന്നെ ഏതാണ് കണ്ടീഷൻ ക്ലോസ് അല്ലേ, ഇഫ് ക്ലോസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺസ്, സബ്ജക്റ്റ് വെർബ് അല്ലെങ്കിൽ കോൺകോർഡ്, CONCORD,
റിലേറ്റീവ് പ്രൊനൗൺസ്. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ ഏത് എക്സാമിനേഷന്റെയും മേജർ ഗ്രാമർ ടോപ്പിക്സിൽ വരുന്നതാണ്, മേജർ ടോപ്പിക്സുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഏതൊക്കെയാണ്? ടെൻസസ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് അല്ലേ, ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. പിന്നെ ഏതാ വന്നിരിക്കുന്നത്? ദെൻ ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ടത്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസുമായിട്ട് ബന്ധപ്പെട്ടത്, ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ടത്. ഞാൻ ഓരോ ടോപ്പിക്കും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ഏതാണ് ടോപ്പിക്കിന്റെ മോഡൽസ് എങ്ങനെയാണെന്നുള്ളത്. ഇതെല്ലാം ഈ ടോപ്പിക്കിന്റെ എല്ലാം ടൈറ്റിൽസ് അല്ലെങ്കിൽ ഈ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. കാരണം നമ്മൾ അക്കാദമിക് ക്ലാസ്സുകളിലെല്ലാം നിങ്ങൾ കേട്ട് വന്നിട്ടുള്ള ടോപ്പിക്സുകളൊക്കെ തന്നെയാണ്. പക്ഷേ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ വരുമ്പോൾ കുറച്ചുകൂടെ ഡീപ്പായിട്ട് അത് മനസ്സിലാക്കി പോകണമെന്ന് മാത്രം, അത്രയുള്ള കണ്ടീഷൻ. സോ റിപ്പോർട്ട് ഓഫ് സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാവും, പ്രിപ്പോസിഷൻസ് അല്ലേ, പിന്നെ എന്താണ് കണ്ടീഷൻ ക്ലോസ് അല്ലെങ്കിൽ ഇഫ് ക്ലോസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്, റിലേറ്റീവ് പ്രൊനൗൺ. ഇതൊക്കെയാണ് നമ്മൾ മേജർ ടോപ്പിക്സിൽ വരുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, ഏതാണ്? ടെൻസസ്, ടാഗ്, വോയിസ്, ആർട്ടിക്കിൾസ് അല്ലേ, ഈ പറഞ്ഞിരിക്കുന്ന റിപ്പോർട്ട് ഓഫ് സ്പീച്ച്, പ്രിപ്പോസിഷൻസ്, പിന്നെ എന്താ വന്നിരിക്കുന്നത്? ദെൻ ഇഫ് ക്ലോസ്, ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ, കോൺകോർഡ് അല്ലെങ്കിൽ റിലേറ്റീവ് പ്രൊനൗൺ. ഇത് കൂടാതെ കുറച്ച് സബ് ടോപ്പിക്സ് ഉണ്ട്, അത് ടോപ്പിക്കിന്റെ പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. പാർട്സ് ഓഫ് സ്പീച്ച്, ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാർട്ടാണ് പാർട്സ് ഓഫ് സ്പീച്ച് അല്ലേ. നൗൺസ്, പ്രൊനൗൺസ്, വെർബ്സ്, അഡ്ജക്റ്റീവ്, ആഡ്വർബ്സ്, ഇതിന്റെയൊക്കെ വേർഡ് ക്ലാസിഫിക്കേഷൻ. പിന്നെന്താ വന്നിരിക്കുന്നത്? ഈ പറഞ്ഞിരിക്കുന്നതാണ് ടൈപ്സ് ഓഫ് സെന്റൻസസ്, ഇന്റർചേഞ്ചസ് ഓഫ് സെന്റൻസസ്. അതൊക്കെ ടോപ്പിക്കിന്റെ പാർട്ടായിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. മേജർ ടോപ്പിക്സ് കൂടാതെ വരുന്നതാണ് സെന്റൻസുകളുടെ തരങ്ങൾ. ഒരു സെന്റൻസിനെ മറ്റൊരു സെന്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്, അതാണ് ഇന്റർചേഞ്ച് ഓഫ് ഡിഗ്രി, ഈ പറഞ്ഞിരിക്കുന്ന ഇന്റർചേഞ്ചസ് ഓഫ് സെന്റൻസസ്. പിന്നെന്താ വന്നിരിക്കുന്നത്? ഈ പല ടൈപ്പ് യൂസേജുകൾ അല്ലെ, ഒട്ടനവധി യൂസേജസ് ഉണ്ട് ഇംഗ്ലീഷിൽ. പെട്ടെന്ന് നമുക്ക് ഒരൊറ്റ എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കി പോകുന്നതാണ് യൂസേജസ്. ഇതൊക്കെയാണ് ഗ്രാമർ പാർട്ടിൽ വരുന്നത്. ഇതൊന്നും നമുക്ക് ഒരു ടോപ്പിക്ക് നമുക്ക് എന്താണ് മിസ് ചെയ്ത് പോകാൻ പറ്റൂല. ഇപ്പൊ നമ്മൾ സെക്കൻഡറി അസിസ്റ്റന്റ് പോലെ ഡിഗ്രി ലെവൽ പ്രിലിംസിൽ 20 മാർക്സിൽ 10 മാർക്ക് പക്ക ഗ്രാമർ പാർട്ടായിരിക്കും. ഈ 10 മാർക്കിന്റെ ഗ്രാമറിൽ 10 ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞിരിക്കുന്നതാണ് 10 ടോപ്പിക്സിനെ റിലേറ്റ് ചെയ്ത് വരാം. ചിലപ്പോൾ ഒന്നിലധികം ടോപ്പിക്സ് ചിലപ്പോൾ ദെൻ ക്വസ്റ്റ്യൻസ് കയറി വരുന്നുണ്ടാവും. മുൻകാല പരീക്ഷകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇപ്പൊ ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് 2, 3, 4 മാർക്കിനൊക്കെ ചോദ്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. ആർട്ടിക്കിളുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻസ് കയറി വന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ട് അതൊക്കെ ചോദ്യകർത്താവിന്റെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ടാവും. ഇന്ന ടോപ്പിക്കിൽ തന്നെ ക്വസ്റ്റ്യൻ വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് അറിയാൻ പറ്റൂല ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരില്ല അല്ലെങ്കിൽ വരും എന്നുള്ളത് പറയാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് ടോപ്പിക്കുകൾ സിലബസിന്റെ രൂപത്തിൽ തന്നെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം നമുക്ക് മാർക്ക് ഗ്യാരണ്ടീഡ് ആണ്, എക്സ്ക്യൂസ് പറയാൻ പറ്റൂല, കോംപ്രമൈസ് ചെയ്യാൻ പറ്റൂല. അപ്പൊ നമ്മൾ ഇന്നത്തെ സെഷനിൽ നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലേ. എങ്ങനെയൊക്കെയാണ് ഓരോ ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടത്. ഇംഗ്ലീഷ് ഗ്രാമറിന്റെയൊക്കെ ഗ്രാമർ എന്ന പേരിൽ അറിയപ്പെടുന്ന ടോപ്പിക്കാണ് ടെൻസസ്. കാരണം ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഈ ടോപ്പിക്സുകളിലൊക്കെ ആക്ച്വലി ഈ പറഞ്ഞിരിക്കുന്ന ഈ മേജർ ടോപ്പിക്സുകളിൽ ടെൻസ് റിലേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ടെൻസിന്റെ ആവശ്യമില്ലാണ്ട് പഠിക്കാൻ പറ്റുന്ന 1-2 ടോപ്പിക്സേ ഉള്ളൂ. അതേതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമുക്ക് നോക്കി ഏതാണ്ട് ആർട്ടിക്കിൾസ് ഉണ്ടോ. ഈ ആർട്ടിക്കിൾ എന്നുള്ള ടോപ്പിക് ഉണ്ടോ, നമുക്ക് ടെൻസിന്റെ ആവശ്യമില്ല. എ ആൻഡ് ഡി എന്നുള്ള 3 വാക്കുകളുടെ ഉപയോഗം പഠിക്കാൻ നമുക്ക് ടെൻസിന്റെ ആവശ്യമില്ല, ടെൻസ് റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഏതാണ്? പ്രിപ്പോസിഷൻസ്. ഒരു പരിധിവരെ നമുക്ക് എന്താണ് പറയുന്നത്? പ്രിപ്പോസിഷന് ടെൻസ് റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻ, ഓൺ, അറ്റ്, ഫോർ, ബൈ, സിൻസ്, അണ്ടർ, ഓവർ, എമംഗ് അല്ലെ, സിൻസ്, ഫോർ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് എന്താ പറയുന്നത്? ടെൻസ് കൂടുതൽ പൂർണ്ണമായിട്ടും അതിന്റെ ടെൻസിന്റെ ധാരണ വേണ്ട. ബാക്കി നമുക്ക് ഒരു ടോപ്പിക് പോലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം ടെൻസ് റിലേറ്റ് ചെയ്താണ് അല്ലേ. ഇപ്പൊ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് ആണെന്നുണ്ടെങ്കിലും ഒക്കെ ടെൻസിന്റെ ആവശ്യമുണ്ട് അല്ലേ. വോയിസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ടെൻസ് റിലേറ്റ് ചെയ്താണ് പോകുന്നത്. റിപ്പോർട്ട് ഓഫ് സ്പീച്ച് പക്ക ടെൻസ് റിലേറ്റ് ചെയ്താണ് പോകുന്നത് അല്ലേ. ഈ പറഞ്ഞിരിക്കുന്നത് എന്താണ്? കണ്ടീഷൻസ് ആൻഡ് ആൻസേഴ്സ് അല്ലേ, ടെൻസസ് ഇൻ കണ്ടീഷൻ ക്ലോസ് അല്ലേ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണെങ്കിലും കോൺകോർഡ്, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ഒക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് എന്താണ്? ടെൻസിന്റെ ആവശ്യകത വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദാറ്റ് മീൻസ് ടെൻസ് പഠിച്ചതിന് ശേഷം ബാക്കി നിങ്ങൾ ടോപ്പിക്കുകൾ പഠിക്കുക. ടെൻസ് ഇല്ലാണ്ട് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പഠിക്കാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ നമ്മൾ ടെൻസിന്റെ ഒരു ബേസ് മനസ്സിലാക്കി ബാക്കി ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ അത് നമുക്കൊരു എന്താണ് പറയുന്നത്, എളുപ്പത്തിൽ അത് നമുക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടാവും. വലിയ ഡിഫിക്കൽട്ടി നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ടോപ്പിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ നോക്കി, ദ ഗേൾ ഡാഷ് ഇൻ സെക്കൻഡറി ബികം ഇൻ 2025 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വാക്യത്തിൽ വെർബിന്റെ മിസ്സിംഗ് പാർട്ട് അല്ലേ. ഏതെങ്കിലും ഒരു വാക്യത്തിൽ സെൻസിൽ ഒരു വെർബ് മിസ്സിംഗ് ആയി വരികയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? നമുക്ക് ടെൻസ് ആണെന്ന് നമുക്കറിയാം അല്ലേ. ആ വാക്യത്തിൽ വെർബിന്റെ ആ ടൈം ആക്ഷൻ നടക്കുന്ന സമയം ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. ദാറ്റ് മീൻസ് ഇവിടെ സ്റ്റഡീസ്, ഈ സ്റ്റഡിങ്, ഹാസ് സ്റ്റഡീഡ്, ഹാസ് ബീൻ സ്റ്റഡിങ്. സ്റ്റഡി എന്ന വെർബിന്റെ ഡിഫറെന്റ് ടെൻസ് ഫോംസ് അല്ലേ ഈ പറഞ്ഞിരിക്കുന്ന ഗിവൺ ഓപ്ഷൻസ് എല്ലാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു വാക്യത്തിലെ മിസ്സിംഗ് പാർട്ട് വെർബിന്റെ അല്ലെ, ഒരു ക്രിയയുടെ വ്യത്യസ്തമായ രൂപങ്ങളാണ് മിസ്സിംഗ് പാർട്ടായിട്ട് വന്നിരിക്കുന്നെങ്കിൽ അത് ആ ക്രിയ നടക്കുന്ന സമയം ഐഡന്റിഫൈ ചെയ്യാനുള്ളതാണ്. ആ ഗേൾ 2025 എന്തൊരു ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ബികോം സെക്കൻഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്ന സമയത്തും ആൻ ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റിൽ ഗോയിങ് ഓൺ, നടന്നുകൊണ്ടിരിക്കുന്നു.
നമുക്കറിയാം ഏതാണ്, ഞാൻ ടോപ്പിക്കായിട്ട് എടുക്കുമല്ല, ജസ്റ്റ് ഈ ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷൻ മാത്രമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് അറിയാമല്ലോ ഏതൊക്കെയാണ് 3 ടെൻസ് ഡിവിഷൻ വരുന്നത്. പ്രസന്റ്, നെക്സ്റ്റ് ഏതാണ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. ടെൻസിന്റെ ഒരു ഡീറ്റെയിൽഡ് ദെൻ എന്താ പറയുന്നത്, സെഷൻ അല്ല ഇത്, ക്ലാസ് അല്ല ഇത്, ജസ്റ്റ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാന്നുള്ളത് മാത്രമാണ്. PYQ എക്സ്പ്ലനേഷൻ ഇല്ലേ, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകത്തില്ലേ, അതേ മോഡലാണ് അത്. ഞാൻ ഓരോ ടോപ്പിക്കിലൂടെ ജസ്റ്റ് ഓരോ ക്വസ്റ്റ്യൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ ടെൻസിന് 4 ഡിവിഷൻസ് വീതമുണ്ട്. ഏതൊക്കെയാണ്, സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കണ്ടോ? അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഓരോ ടെൻസിനും 4 ഡിവിഷൻസ് വീതം വരുന്നുണ്ടാവും. സിമ്പിൾ, കണ്ടിന്യൂസ്, പെർഫെക്റ്റ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രസന്റൻസിന്റെ ഓരോ ഡിവിഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുന്നുണ്ടാവും. പ്രസന്റൻസിന്റെ ഓരോ ഡിവിഷൻ എങ്ങനെയാണ്, സിമ്പിൾ പ്രസന്റ് പറയാം, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ. ദെൻ അതായത് 4 ഡിവിഷനിലേക്ക് പോകുന്നുണ്ടാവും. അതുപോലെ തന്നെ പാസ്റ്റൻസിന് 4 ഡിവിഷൻസ് എങ്ങനെയാണ് പറയുന്നത്, സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അറിയാവുന്ന കാര്യങ്ങളാണ്, എങ്കിലും ഒന്നുകൂടെ കേട്ടോളുക അല്ലേ. ഫ്യൂച്ചർ ടെൻസിന് 4 ഡിവിഷൻ എങ്ങനെയാണ് പറയുന്നത്, സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ഡിവിഷൻസിന്റെ എണ്ണം എത്രയാണ്, 3 × 4 അല്ലേ. 3 × 4 എത്രയാണ്, 12 ഡിവിഷൻസ് ആണ് വരുന്നത്. ഈ 12 ഡിവിഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മൾ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇല്ലാത്ത എക്സാംസ് വളരെ റെയറാണ്. PSC എക്സാംസ്, ചില എക്സാംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 10 മാർക്കിന്റെ ഗ്രാമർ പാർട്ടിലൊക്കെ 5 മാർക്കോളം ഗ്രാമർ പാർട്ട്, അല്ലെങ്കിൽ 20 മാർക്കിന്റെ ഇംഗ്ലീഷ് ഒക്കെ ഉള്ളതിനകത്ത് 10 മാർക്ക് വരെ ടെൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വന്ന എക്സാമിനേഷൻസ് ഉണ്ടായിരുന്നു PSCയുടെ. അപ്പോൾ നമ്മൾ ടെൻസിന്റെ പ്രാധാന്യം ഒട്ടും കുറയ്ക്കാൻ പറ്റൂല. മിനിമം 1+ മാർക്ക് ആണെങ്കിൽ നമുക്ക് സ്കോറിംഗ് മാർക്കാണ്, നമുക്ക് കളയാൻ പറ്റൂല. മനസ്സിലായല്ലേ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ പറഞ്ഞിരിക്കുന്ന 12 ഡിവിഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള മോഡൽസ് ഉണ്ടാവും. ഓരോ ടെൻസിന്റെ ഡയറക്റ്റ്, ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിൽ വരുന്നത്, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റിൽ വരുന്നത് അല്ലെ. ഓരോ ടെൻസ് ഡിവിഷനുമായിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ളത്. ഓരോ ടെൻസ് ഡിവിഷനും ഡിഫറെന്റ് യൂസസ് ആണുള്ളത്, വ്യത്യസ്തമായ ഉപയോഗങ്ങളാണ് വരുന്നത് ഓരോ ടെൻസ് ഡിവിഷനും അല്ലേ. അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം ഒരു 60+ മോഡൽസ് എങ്കിലും എന്താ വന്നിരിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ടെൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊരു മോഡൽ മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇയർ കണക്ട് ചെയ്തിരിക്കുന്ന വാക്യം. ഉണ്ടോ? അങ്ങനെയുള്ള 60+ മോഡൽസ് ദെൻ അത് നമ്മൾ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ഈ ആപ്പിൽ അവൈലബിൾ ആണ്. AZB അക്കാഡമിയുടെ ആപ്പിനകത്ത് ക്ലാസ്സുകൾ A to Z ആയിട്ട് വരുന്നുണ്ടാവും. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷനിലേക്കാണ് പോകുന്നത്. നമുക്ക് ആ ഒരു കോണ്ടക്സ്റ്റിൽ മാത്രമുള്ള എക്സ്പ്ലനേഷനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടെൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വാക്യമാണ്. ഇനി നോക്കിയേ, ടെൻസുമായിട്ട് ബന്ധപ്പെട്ട് ഈ വാക്യത്തിന് 4 ഡിഫറെന്റ് ആയിട്ടുള്ള ഓപ്ഷൻസിൽ ഒരു ഓപ്ഷൻ പോലും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടാവും എന്താണ് വന്നിരിക്കുന്നത്. ഈ ഓപ്ഷൻസ് എല്ലാം എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് എന്തായിട്ടാണ്, ദെൻ പ്രസന്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ 4 ഡിഫറെന്റ് ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നുണ്ടാവും. സ്റ്റഡീസ് വരികയാണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റിലേക്ക് മാറും. ഈ സ്റ്റഡിങ് ആണ് വരുന്നതെങ്കിൽ അത് നിങ്ങൾക്കറിയാം പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നുണ്ടാവും. ഹാസ് സ്റ്റഡീഡ് ആണെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റിലേക്കും, ഹാസ് ബീൻ സ്റ്റഡിങ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറുന്നുണ്ടാവും. ക്ലിയർ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എൻ്റെ ചോദ്യം ഇതാണ്, പ്രസന്റ് ടെൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ ഈ വാക്യത്തിൽ വന്നിട്ടുള്ളൂ അല്ലേ. എന്താ അതിന്റെ റീസൺ? The girl dash in secondary BCom in 2024 എന്ന് പറയുമ്പോൾ, 25 എന്ന് പറയുമ്പോൾ ഈ വാക്യത്തിൽ പാസ്റ്റ് ടെൻസിന്റെ ഓപ്ഷൻസ് വന്നിട്ടില്ല, ഫ്യൂച്ചർ ടെൻസിന്റെ ഓപ്ഷൻസ് വന്നിട്ടില്ല. ഈ ഗിവൺ ഓപ്ഷൻസ് എല്ലാം എന്താണ്, സ്റ്റഡീസ് സിമ്പിൾ പ്രസന്റ് ആണ്, ഈ സ്റ്റഡിങ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, ആൻഡ് ഹാസ് സ്റ്റഡീഡ് പ്രസന്റ് പെർഫെക്റ്റ് ആണ്, ആൻഡ് ഹാസ് ബീൻ സ്റ്റഡിങ് വരികയാണെന്നുണ്ടെങ്കിൽ അത് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കുക, ഈ ഒരു വാക്യത്തിന് ഏത് ടെൻസുമായിട്ട് ബന്ധമില്ല, പാസ്റ്റ് ടെൻസുമായിട്ട് ബന്ധമില്ല, ഏതുമായിട്ട് ബന്ധമില്ല, ഫ്യൂച്ചർ ടെൻസുമായിട്ടും ബന്ധമില്ല. ആരുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ, പ്രസന്റുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ അല്ലേ. അതെന്തുകൊണ്ടാണ്? ഇൻ 2025 നടന്നുകൊണ്ടിരിക്കുന്ന ആക്ഷൻ അല്ലേ. ദാറ്റ് മീൻസ് ഇൻ പ്ലസ് ഇയർ വരുമ്പോൾ അത് പ്രസന്റ് ഇയർ ആയതുകൊണ്ട് അത് പ്രസന്റ് ടെൻസിന്റെ പാർട്ടാണ്. അത് നമുക്ക് പാസ്റ്റിലേക്ക് ഫ്യൂച്ചറിലേക്ക് അത് മാറ്റി കൊണ്ടുപോകാൻ പറ്റൂല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും, ദ ഗേൾ ഡാഷ് ഇൻ സെക്കൻഡറി BCom in 2025 എന്ന് പറയുമ്പോൾ പ്രസന്റ് എഫക്റ്റിൽ നിൽക്കുന്ന ഒരു ആക്ഷൻ ആയതുകൊണ്ട് അതിന്റെ ആൻസർ നമുക്ക് പ്രസന്റ് സിമ്പിൾ പ്രസന്റിലേക്കോ, പ്രസന്റ് കണ്ടിന്യൂസിലേക്കോ, പ്രസന്റ് പെർഫെക്റ്റിലേക്കോ, അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്കോ ആൻസർ ചെയ്യാൻ പറ്റും. ഇനി എനിവേ ഇവിടെ പാസ്റ്റ് ടെൻസുകളുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് എലിമിനേറ്റ് ചെയ്യാമായിരുന്നു, കട്ട് ചെയ്ത് കളയാമായിരുന്നു. ഇവിടെ പാസ്റ്റ് ടെൻസിന്റെ ഓപ്ഷൻസ് ഒന്നും വന്നിട്ടില്ല. കണ്ടോ? ഈ ഗിവൺ ഓപ്ഷൻസ് എല്ലാം എന്ത് തന്നെയാണ് വന്നിരിക്കുന്നത്, പ്രസന്റ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി നോക്കിയേ, ആൻസർ എന്തോ ആയിക്കോട്ടെ, ഈ ഒരു വാക്യത്തിന്റെ അർത്ഥം നോക്കിയേ, ദ ഗേൾ ഡാഷ് ഇൻ സെക്കൻഡറി BCom in 2025 എന്ന് പറയുമ്പോൾ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, ഈ വാക്യം എന്തായിട്ടാണ്, അത് ഏത് ടെൻസിന്റെ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്, പ്രസന്റ് ടെൻസിന്റെ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിന്റെ മലയാള അർത്ഥം നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റുന്നുണ്ടാവും,
2025 ആ പെൺകുട്ടി ഗേൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ബികം സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ ആൻ ആക്ഷൻ ഇസ് ഗോയിങ് ഓൺ എന്നൊരു എഫക്റ്റിലേക്കാണ് പോകുന്നത് അല്ലേ, നമ്മൾ പറയുന്ന സമയത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? ദ ഗേൾ ഡാഷ് ഇൻ സെക്കൻഡ് ബികം ഇൻ 2025 എന്നുള്ള നിങ്ങൾ ആൻസർ ഒന്ന് ഗസ് ചെയ്തോ. ഞാൻ പറയുന്നതിന് ആൻസർ ഒന്ന് ഗസ് ചെയ്തോളൂ. ഏതാണ് വരുന്നത്? സിമ്പിൾ പ്രസന്റിലേക്ക് പോവോ, അതേ പ്രസന്റ് കണ്ടിന്യൂസിലേക്ക് പോവോ, അതേ പ്രസന്റ് പെർഫെക്റ്റിലേക്ക് പോവോ, അതേ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് പോവോ? ഇൻ കണക്ട് ചെയ്ത് ഒരു ഇയർ വന്നു കഴിഞ്ഞാൽ കണ്ടോ, ഇൻ കണക്ട് ചെയ്ത് ഒരു ഇയർ ആണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ, ഒരു ആക്ഷൻ പാർട്ട് എപ്പോഴാണ് നടക്കുന്നത്, ഒരു ഇയറിലൂടെയാണ് മെൻഷൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? അത് നമുക്ക് 3 ടെൻസ് ഡിവിഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവും. ഇൻ 2025 എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ഒരു കറന്റ് ഇയർ ആണ് അല്ലെ, ഒരു കറന്റ് ഇയർ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു വാക്യം വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഓൺ ഗോയിങ് ഇയർ, നടന്നുകൊണ്ടിരിക്കുന്ന വർഷം, വർത്തമാനകാല വർഷം അല്ലെ. ഇപ്പൊ 2025 എന്ന് പറയുമ്പോൾ ഇപ്പം സ്റ്റിൽ പ്രസന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ അടുത്ത വർഷം ഇത് വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാറും അല്ലെ. 2026ലേക്ക് ഈ ഒരു വീഡിയോ വാച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മാറും, ടെൻസ് മാറുന്നുണ്ടാവും. പ്രസന്റിലാണ് അല്ലെ. ഈ പ്രസന്റ് ഇയർ എപ്പോഴും നിങ്ങൾ നോക്കണം. നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രസന്റ് ഇയറിലാണ് നിങ്ങൾ വാച്ച് ചെയ്യുന്നത് എങ്കിൽ അത് 2025 ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് അതിന്റെ ആൻസർ ഗോസ് ടു ഏതാണ്, ഏത് ടെൻസിലേക്കാണ് പോകുന്നത്? സ്റ്റഡീസിലേക്കാണ് പോകുന്നത്. ഉണ്ടോ? ദ ഗേൾ ഡാഷ് ഇൻ സെക്കൻഡ് ബികം ഇൻ 2025 എന്നുള്ളത് എന്താണ്? 2025 ഓൺ ഗോയിങ് ഇയർ ആയതുകൊണ്ട് അത് ഏത് ടെൻസിന്റെ പാർട്ടായിട്ട് മാറുന്നു? സിമ്പിൾ പ്രസന്റിന്റെ പാർട്ടായിട്ട് മാറുന്നു. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഒരു 3 പോയിന്റ് കൂടി മനസ്സിലാക്കുക. ഏതാണ്? ഇൻ 2025 പകരം ഏതാണ്? ദെൻ അതിന്റെ ഇയർ 2026 അല്ലെങ്കിൽ ഇൻ 2025. കണ്ടോ? 25ലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിട്ട് മാറുന്നത്? പാസ്റ്റിലേക്ക് മാറും. 26 ആണെങ്കിലോ അത് ഫ്യൂച്ചർ ടെൻസിലേക്ക് മാറുന്നുണ്ടാവും. കണ്ടോ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? കറന്റ് ഇയർ കണക്ട് ചെയ്തിരിക്കുന്ന വാക്യങ്ങൾ ഇൻ പ്ലസ് പ്രസന്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസന്റ് ആയിരിക്കും. ഇൻ പ്ലസ് പാസ്റ്റ് ഇയർ ആണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും. ഇൻ പ്ലസ് ഫ്യൂച്ചർ ഇയേഴ്സ് ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എന്തിലേക്ക് മാറും? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിലേക്ക് മാറും. കറന്റ് ഇയർ സിമ്പിൾ പ്രസന്റ് ആണ്, പാസ്റ്റ് ഇയർ സിമ്പിൾ പാസ്റ്റ് ആണ്, ഫ്യൂച്ചർ ഇയേഴ്സ് എപ്പോഴും നമ്മൾ ഏത് ടെൻസിന്റെ പാർട്ടാണ്? സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ പാർട്ടാണ് അല്ലേ. അപ്പൊ 3 പോയിന്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഏതാ? ടെൻസ് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം എന്താണ് വന്നിരിക്കുന്നത്? ഒരു 60+ മോഡൽസ് എങ്കിലും ഉണ്ടാവും അല്ലേ. ആ 60+ മോഡൽസ് വരുമ്പോൾ അതിലൊരു മോഡൽ മാത്രമാണ് ഇൻ പ്ലസ് ഇയർ കണക്ട് ചെയ്തിരിക്കുന്ന വാക്യങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി മനസ്സിലാക്കുക, ഇൻ പ്ലസ് കറന്റ് ഇയർ വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ് അല്ലേ. ഇൻ പ്ലസ് പാസ്റ്റ് ഇയേഴ്സ് ആണ് വരുന്നെങ്കിൽ അത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറുന്നുണ്ടാവും. ഇൻ പ്ലസ് ഫ്യൂച്ചർ ഇയേഴ്സ് ആണെങ്കിൽ അത് സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ. ഒരു എക്സാമ്പിൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ദ ഗേൾ ഡാഷ് ഇൻ സെക്കൻഡ് ഇയർ ബികോം ഇൻ 2025 വന്നപ്പോൾ നമുക്ക് ആൻസർ സ്റ്റഡീസിലേക്ക് മാറി. അങ്ങനെയാണെങ്കിൽ ദ ഗേൾ ഡാഷ് ഇൻ സെക്കൻഡ് ഇയർ ബികോം ഇൻ 2025 4 3 2020 ഒക്കെ ആണെങ്കിൽ എന്ത് മാറും? അത് പാസ്റ്റ് ഇയർ ആയിട്ടല്ലേ മാറുന്നത്. അതിന്റെ ആൻസർ എന്തായിട്ട് മാറുന്നത്? സ്റ്റഡീഡ് ആയിട്ട് മാറും. ദാറ്റ് മീൻസ് സ്റ്റഡി എന്ന വെർബിന്റെ സെക്കൻഡ് ഫോം. ക്ലിയർ? ദ ഗേൾ ഡാഷ് ഇൻ സെക്കൻഡ് ഇയർ ബികോം ഇൻ 2024 or 23 അല്ലെങ്കിൽ 21 അല്ലെങ്കിൽ 2020 അങ്ങനെയൊക്കെയാണ് വരുന്നെങ്കിൽ അവിടെ എന്താണ്? പാസ്റ്റ് ടെൻസ് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്. ഇനി ദ ഗേൾ ഡാഷ് ഇൻ സെക്കൻഡ് ഇയർ ബികോം ഇൻ 2026 ഇപ്പൊ നമ്മൾ 25ലാണ് പറയുന്നത്. 26ൽ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിൽ അവൾ ബികോം സെക്കൻഡ് ഇയർ പഠിക്കും എന്ന് പറയുമ്പോൾ അത് ഏത് ടെൻസിന്റെ പാർട്ടായിട്ട് മാറുവാണ്? ഫ്യൂച്ചർ ടെൻസിന്റെ പാർട്ടായിട്ട് മാറുവാണ്. സോ ദാറ്റ് ഷുഡ് ബി യൂസ്ഡ് ഇൻ സിമ്പിൾ ഫ്യൂച്ചർ അല്ലേ. അതെന്തിൽ യൂസ് ചെയ്യണം? സിമ്പിൾ ഫ്യൂച്ചർ യൂസ് ചെയ്യണം. സോ ദ ആൻസർ ഈസ് എന്താണ്? വിൽ സ്റ്റഡി. ദ ഗേൾ വിൽ സ്റ്റഡി ഇൻ സെക്കൻഡ് ഇയർ ബികോം ഇൻ 2000 എന്താ പറഞ്ഞിരിക്കുന്നത്? 26 എന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഇയർ നോക്കണ്ട. നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്ന ടൈമിൽ ആ എക്സാമിനേഷൻ എഴുതുന്ന ഇയർ കറന്റ് ഇയർ ആണെങ്കിൽ ആ കറന്റ് ഇയർ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഇവന്റ് വന്നാൽ അത് നിങ്ങൾ എന്ത് ചെയ്യണം? സിമ്പിൾ പ്രസന്റ് യൂസ് ചെയ്യണം. ഇനി പാസ്റ്റ് ഇയേഴ്സ് അറിയാമല്ലോ. കറന്റ് ഇയറിന് ബാക്കിലോട്ട് വരുന്ന ഏതൊരു വർഷം വന്നു കഴിഞ്ഞാലും ഇൻ കണക്ട് ചെയ്ത് ഇൻ എന്ന പ്രിപ്പോസിഷൻ തന്നെ വേണം. ബൈ ഒക്കെ ചേർത്ത് വന്നാൽ ടെൻസ് മാറുവാണ്. ഇന്നിന്റെ കേസാണ് പറയുന്നത്. ഇൻ കണക്ട് ചെയ്ത് വരുന്ന ഇയേഴ്സ് വരുന്ന കേസാണ് ഇത് വരുന്നത്. ഇൻ കണക്ട് ചെയ്യുന്ന പാസ്റ്റ് ഇയേഴ്സ് ആണെങ്കിൽ അത് പാസ്റ്റ് ടെൻസിന്റെ ഒന്നാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള സിമ്പിൾ പാസ്റ്റിലേക്ക് മാറും. ഇൻ പ്ലസ് ഫ്യൂച്ചർ ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് മാറുന്നത്? അത് ഫ്യൂച്ചർ ഇയേഴ്സിന്റെ പാർട്ടായിട്ട് മാറും. അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇയേഴ്സിന്റെ പാർട്ടായിട്ട് മാറും മീൻസ് ഫ്യൂച്ചർ ടെൻസിന്റെ പാർട്ടായിട്ട് മാറുന്നുണ്ടാവും. ക്ലിയർ? അപ്പൊ നോക്കുക, ദ ഗേൾ ഡാഷ് ഇൻ സെക്കൻഡ് ഇയർ ബികോം ഇൻ 2025 എന്നുള്ളതിന്റെ ആൻസർ എന്തിലേക്കാണ് പോകുന്നത്? സ്റ്റഡീസിലേക്ക് പോകുന്നത് അല്ലെ. ഈ ഒരു കോൺടാക്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ടെൻസ് എന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ. നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ഇംഗ്ലീഷിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ഏതെന്ന് പറയുന്നത്? ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. Her needs are few. കണ്ടോ? കോമ ഇട്ടിട്ട് ഡാഷ് ഇട്ട് ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുന്നു.
എന്താണ് ഈ ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറഞ്ഞാലോ? ക്വസ്റ്റ്യൻ ടാഗ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് എൻ ഇൻട്രോഗേറ്റീവ് സെൻസിന്റെ പാർട്ടാണ്. തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി അതിനോടൊപ്പം കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമുക്കറിയാം എന്താ പറഞ്ഞിരിക്കുന്നത്, ഹീ ഈസ് കമ്മിങ് അല്ലേ? ഇവിടെ ഹീ ഈസ് കമ്മിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. അതിന്റെ ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഓക്സിലറി വെർബിൽ ആരംഭിക്കുന്നുണ്ടാവും, പ്രൊനൗണിൽ എൻഡ് ചെയ്യുന്നുണ്ടാവും. ഈ തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും. ക്വസ്റ്റിന്റെ ഏറ്റവും ബേസിക്, ഞാൻ ടോപ്പിക്ക് ആയിട്ട് എടുക്കുകയല്ല, ഞാൻ ഈ ക്വസ്റ്റിന്റെ എക്സ്പ്ലനേഷന് വേണ്ടി മാത്രം ഒന്ന് പറഞ്ഞു പോവാണ്. അതുകൊണ്ട് നിങ്ങൾ സ്പീഡ് ആണെന്ന് വിചാരിക്കരുത്. ഹി ഈസ് കമ്മിങ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് ആണ്. സോ ഇറ്റ്സ് ടാഗ് ഈസിന്റെ ഹി എന്നാണ് നമ്മൾ പറയുന്നത്. ഹി ഈസ് നോട്ട് കമ്മിങ് ആണെങ്കിൽ അതിന്റെ ടാഗ് പറയുന്നത് ഈസ് ഹി എന്നാണ്. ദാറ്റ് മീൻസ് നമുക്കറിയാം ഏതാണ്, അവനിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ദാറ്റ് മീൻസ് വന്നുകൊണ്ടിരിക്കുന്ന അല്ലേ, അവനോട് ഇങ്ങോട്ട് വരികയല്ല, ആണോ? ഈ ആണോ അല്ലേ എന്നുള്ള ചോദ്യങ്ങളെ നമ്മൾ ഇത് വിളിക്കുന്നത് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പറയുന്നതെങ്കിൽ അതിന്റെ ടാഗ് നെഗറ്റീവ് ആയിട്ട് മാറും. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് മാറും. ഇനി നെഗറ്റീവ് ആയിട്ട് മാറുന്നത് എങ്ങനെയാണ്? ഓക്സിഡപ്പം നമ്മൾ നോട്ടിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള എൻ അപ്പോസിബിലിറ്റി എന്നുള്ള ഷോർട്ട് ഫോം കണക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ നെഗറ്റീവ് ടാഗ് ആയിട്ട് അത് മാറുന്നത്. ഈസിന്റെ നെഗറ്റീവ് ഫോം എന്താണ്? ഈസിന്റെ അല്ലേ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹീസ് കമ്മിങ്ങിന്റെ ടാഗ് എന്തായിട്ട് മാറുന്നത്? ഈസിന്റെ ഹി ആയിട്ട് മാറും അല്ലേ? ഇനി ഹീസ് നോട്ട് കമ്മിങ് ആണെന്നുണ്ടെങ്കിലോ അത് പോസിറ്റീവ് ആയിട്ട് മാറണം. കാരണം എന്താണ്? ഹി ഈസ് നോട്ട് കമ്മിങ് എന്നുള്ള വാക്യം എന്തായിട്ട് വന്നിരിക്കുന്നത്? നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ടാഗ് എപ്പോഴും പോസിറ്റീവ് ആയിട്ട് മാറും അല്ലേ? ഈസ് കെ ആയിട്ട് മാറും. ഇറ്റ് ഈസ് റെയിനിങ് നമ്മൾ പറയണത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നു, ഉണ്ടോ? മഴ പെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ഈ പറയുന്ന കാര്യം ശരിയാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി അതിനോടൊപ്പം കണക്ട് ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് കോൾഡ് ക്വസ്റ്റ്യൻ ടാഗ്. പുറത്ത് മഴ പെയ്യുന്നു അല്ലേ? അല്ലേ? ഉണ്ടോ? പുറത്ത് മഴ പെയ്യുന്നില്ല, ആണോ? ഉണ്ടോ? ഈ ആണോ അല്ലേ എന്നുള്ള കൊച്ചു ചോദ്യങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ക്വസ്റ്റ്യൻ ടാഗ്. ഇറ്റ് ഈസ് റെയിനിങ് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റാ, നമുക്ക് നെഗറ്റീവ് ആയിട്ട് പറയണം. എന്താണ്? ഈസ്ന്റ് ഇറ്റ് എന്ന് പറയണം. ഇറ്റ്സ് നോട്ട് റെയിനിങ്, മഴ പെയ്യല്ല, ഉണ്ടോ? ഇറ്റ്സ് നോട്ട് റെയിനിങ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ പറയുന്നത്? ഈസ് ഇറ്റ് എന്നാണ് പറയുന്നത്, ഉണ്ടോ? അതായത് പോസിറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയി നെഗറ്റീവ് ആയിട്ട് മാറുന്നുണ്ടാവും, നെഗറ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയി പോസിറ്റീവ് ആയിട്ട് മാറും. ഇതാണ് ക്വസ്റ്റ്യന്റെ ഏറ്റവും ബേസിക് റൂൾ, ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള നിയമം. അപ്പം നമുക്ക് നോക്കാം. ഹെർ നീഡ്സ് ആർ ഫ്യൂ, ഉണ്ടോ? അവിടെ വാക്യങ്ങൾ എന്തായിട്ട് വന്നിരിക്കുന്നത്? ഹെർ നീഡ്സ് ആർ ഫ്യൂ എന്ന് പറയുന്ന വാക്യത്തിൽ നോക്കിയേ, ഫ്യൂ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡാണ്. ഇംഗ്ലീഷിലെ ഫ്യൂ കൂടാതെ മറ്റ് നെഗറ്റീവ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? നമ്മൾ അത് ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇവിടെ നമ്മൾ ക്വസ്റ്റൻസിൽ പറയുന്നത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാണ് അല്ലേ? ടോപ്പിക്കിനകത്ത് നിങ്ങൾക്ക് അത് നല്ല ഡീറ്റെയിൽ ആയിട്ട് അത് ടോപ്പിക് നോട്ട്സ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ആപ്ലിക്കേഷനിൽ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂ കൂടാതെ മറ്റു ഉപയോഗിക്കുന്ന നെഗറ്റീവ് വേർഡ്സുകൾ ഏതൊക്കെയാണ്? ഫ്യൂ ഉണ്ട്, ലിറ്റിൽ ഉണ്ട് അല്ലേ? പിന്നെ നമുക്കറിയാം നോ, നോട്ട് അല്ലേ? നൺ വരുന്നുണ്ടാവും, നൈദർ വരുന്നുണ്ടാവും അല്ലേ? പിന്നെ ഹാർഡ്ലി, സ്പോർട്ട്ലി, റെയർലി, ബെയർലി അല്ലേ? ഇങ്ങനെയൊക്കെയുള്ള നെവർ, സെൽഡം, കുറേയധികം നെഗറ്റീവ് വേർഡ്സുകൾ ഉണ്ട്. ഈ നെഗറ്റീവ് വേർഡുകളിലൂടെ ഒരു വാക്യം കയറി വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ടാഗ് എന്തായിട്ട് മാറുന്നത്? പോസിറ്റീവായിട്ട് മാറും. പോസിറ്റീവായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സ് വെർബിനോടൊപ്പം നോട്ട് ഉപയോഗിക്കേണ്ട അല്ലേ? ഇപ്പൊ ഹി ഈസ് നോട്ട് കമ്മിങ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് വാക്യം. അവിടെ ഈസിന്റ് ഹി എന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂല, കാരണം വാക്യം നെഗറ്റീവ് ആണ്. അപ്പൊ ടാഗ് പോസിറ്റീവായിട്ട് മാറും. അതുകൊണ്ട് ഈസ് ഹി എന്നിലേക്ക് മാറും. അടുത്ത ഹി ഈസ് നോട്ട് കമ്മിങ് ആണെങ്കിലോ അത് നമുക്ക് ഈസ് ഹി ഉപയോഗിച്ചാൽ മതി അല്ലേ? ഇറ്റ്സ് റെയിനിങ് പോസിറ്റീവ് ആണ്. ഇപ്പൊ എന്താ വരുന്നത്? ഈസിന്റ് ഇറ്റ്, ഇറ്റ്സ് നോട്ട് റെയിനിങ് എന്നാണ് ഈസിന്റ് ആണ് വരുന്നത്. ഇങ്ങനെ കുറേ റൂൾ ബേസ്ഡ് ആണ് ഇത് ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഞാൻ ജസ്റ്റ് ടോപ്പിക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് എന്നുള്ള ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി, ഹെർ നീഡ്സ് ആർ ഫ്യൂ. നമുക്കറിയാം ഫ്യൂ എന്ന വാക്ക് നെഗറ്റീവ് ആണ്. നേരെ മറിച്ച് എ ഫ്യൂ എന്നാണ് വരുന്നതെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ട് മാറും. ലിറ്റിൽ നെഗറ്റീവ് ആണ്, എ ലിറ്റിൽ വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് പോസിറ്റീവ് ആയിട്ട് മാറും. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. അവിടെ ഹിയർ നീഡ്സ് ആർ ഫ്യൂ എന്ന വാക്യം എന്തായിട്ട് നെഗറ്റീവ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇറ്റ്സ് ടാഗ് ഗോസ് ടു പോസിറ്റീവ്. നീഡ് ഷീ, ആർ ദേ, ഡസ് ഷീ, ഈസ് ഷീ. കണ്ടോ? ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 ഓപ്ഷൻസ് ആണ്. ഗിവൺ ഓപ്ഷൻസ് എല്ലാം എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? പോസിറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നീഡ് ഷീ ആണെന്നുണ്ടെങ്കിലും, ആർ ദേ ആണെന്നുണ്ടെങ്കിലും, ഡസ് ഷീ ആണെന്നുണ്ടെങ്കിലും, ഈസ് ഷീ ആണെങ്കിലും ഒക്കെ എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? പോസിറ്റീവ് ആണ്. അപ്പോൾ ക്വസ്റ്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നിയമത്തിലേക്കാണ് ഇത് പോകുന്നത്. എന്താണ്? വാക്യം ഗിവൺ സെന്റൻസ് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? ഹെർ നീഡ്സ് ആർ ഫ്യൂ എന്ന് പറയുന്ന വാക്യം എന്തായിട്ടാണ് വന്നിരിക്കുന്നത്? പോസിറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോറി, നെഗറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ ടാഗ് എന്തായിട്ട് മാറുന്നു? ഒരിക്കലും നമുക്ക് എന്താണ് നെഗറ്റീവ് ടാഗിലേക്ക് മാറാൻ പറ്റില്ല. ദാറ്റ് മീൻസ് നീഡിൻ്റെന്നോ, ആറിൻ്റെന്നോ, ഡസിൻ്റെന്നോ, ഈസിൻ്റെന്നോ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എല്ലാം ഗിവൺ ഓപ്ഷൻസ് എല്ലാം വന്നിരിക്കുന്നത് എന്തായിട്ടാണ്? പോസിറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. നിങ്ങൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഹെർ നീഡ്സ് ആർ ഫ്യൂ എന്നുള്ള വാക്കിന്റെ ആൻസർ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നീഡ് ഷീ ആണോ, ആർ ദേ ആണോ, ഡസ് ഷീ ആണോ, ഈസ് ഷീ ആണോ എന്നുള്ളത്?
ഓക്കെ, അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയേ ഹർ നീഡ്സ് ആർ ഫ്യൂ. ഒരിക്കലും നമുക്ക് എന്താണ് ഇതാണ്ട് ഇവിടെ കണ്ടോ ഡസ് ഷീ എന്നൊരു ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡസ് ഷീ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമുക്ക് ഈ നീഡ്സ് എന്നുള്ള എന്തായിട്ട് തോന്നും, ഒരു വെർബായിട്ട് നമുക്ക് ഫീൽ ചെയ്താൽ. കുറച്ച് പേർക്ക് അറിയാൻ വയ്യാത്തവർക്ക് ഉള്ള കാര്യമാണോ ഇനി പറയുന്നത്. നീഡ്സ് വെർബായിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പം എസ്സിൽ അവസാനിക്കുന്ന ഒരു വെർബിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഓക്സ് ഡസ് ആണെന്ന് ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഡസിലേക്ക് വരും. ഫോർ എക്സാമ്പിൾ, ഹി റൈറ്റ്സ് ലെറ്റർ. കണ്ടോ, ഇതിൻ്റെ ടാഗ് നമ്മൾ പറയുന്നത് ഡസൻ ഹി എന്നാണ്. ഷീ ലേൺസ് ഉണ്ടോ, ഇതിൻ്റെ ടാഗ് നമുക്ക് പറയാം ഡസൻ ഷീ എന്ന് പറയാം. എൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാം നോക്കി ഡയറക്റ്റ് ഓക്സിൽ ഇല്ലാത്ത വാക്യമാണ്. ഓക്സ് വെർബ് ഇല്ലാത്ത വാക്യം വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ വെർബിനെ സ്പ്ലിറ്റ് ചെയ്യണം. റൈറ്റ്സിനെയും ലേൺസിനെയും ഒക്കെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഓക്സ് ഏതാണ്, ഡസ് ആണ്. അത് ക്വസ്റ്റ്യൻ അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു റൂളാണ്. ഏതാ, ഓക്സിലറി വെർബ് ഇല്ലാതെ വരികയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ടേക്ക് ദ മെയിൻ വെർബ് ആൻഡ് സ്പ്ലിറ്റ് ഇറ്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 3 ഓക്സിലറീസ് ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡിന്റെ സഹായത്തോടുകൂടി സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എച്ചിൽ അവസാനിക്കുന്ന ഒരു സിംഗുലർ വെർബിൽ ഹിഡൻ ആയിരിക്കുന്ന ഓക്സ് എപ്പോഴും ഡസ് ആയിരിക്കും അല്ലേ. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഷീ റൈറ്റ്സ് എ ലെറ്ററിന്റെ ഡസൻ ഹീയിലേക്കും ഷീ ലേൺസിന്റെ ആൻസർ ഡസൻ ഷീയിലേക്കും മാറും. എന്ന് പറയുന്നത് ഹർ നീഡ്സ് ആർ ഫ്യൂ എന്നുള്ള വാക്കിൽ നമുക്ക് നീഡ്സ് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, ഇവിടെ ഹർ നീഡ്സ് എന്ന് പറയുന്നത് എന്തായിട്ടാണ് വന്നിരിക്കുന്നത്, ഇറ്റ്സ് എ പാർട്ട് ഓഫ് സബ്ജക്ട്. ഇതെന്താണ്, ഒരു സബ്ജക്റ്റിന്റെ പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് സ്പ്ലിറ്റ് ചെയ്യാൻ പാടില്ല. ആർ എന്നുള്ള ഇവിടെ വെർബ് അവിടെ കിടപ്പുണ്ട് അല്ലേ. ഹർ നീഡ്സ് എന്നുള്ളത് ഒരിക്കലും സബ്ജക്റ്റ് ഇല്ല. അപ്പൊ നമുക്ക് എന്താണ്, ഡസ്റ്റിനെ പ്രിഫർ ചെയ്യരുത് അല്ലേ. ഇനി എന്താണ്, ആർ എന്നുള്ള ഡയറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി എന്താ വന്നിരിക്കുന്നത്, ഹർ നീഡ്സ് എന്ന് പറയുന്നത് എന്താണ്, അവളുടെ ആവശ്യങ്ങൾ അല്ലേ. ദാറ്റ് മീൻസ് അവളുടെ ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിട്ടാ, അത് ഒന്നിലധികം കാര്യങ്ങളാണ്. അതൊരു പ്ലൂറൽ സെൻസിലേക്കാണ് മാറുന്നത്. അങ്ങനെ പ്ലൂറൽ സെൻസിലേക്ക് മാറുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ടാവും, ഹർ നീഡ്സ് ആർ ഫ്യൂ അല്ലേ. അപ്പം അവിടെ എന്താണ്, അവളുടെ ആവശ്യങ്ങൾ വളരെ റെയർ ആണ് എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ ആവശ്യങ്ങളില്ല. അപ്പോൾ നമ്മൾ ഉണ്ടോ എന്നുള്ള ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ആ ഉണ്ടോ എന്നുള്ളത് ഒരിക്കലും അവളുണ്ടോ എന്നല്ല. അവളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് എന്താണ്, ദാണ്ട് ഈ ഡഷി എന്നുള്ള ഒരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. നമുക്ക് അവിടെ ഡഷിയിലേക്ക് പോകാനും പറ്റില്ല. കാരണം എന്താ വെച്ചാൽ എന്താണ്, ഷീ അല്ല ഇവിടുത്തെ സബ്ജക്റ്റ്, അവളുടെ ആവശ്യങ്ങളാണ് സബ്ജക്റ്റ്. അവളുടെ ആവശ്യങ്ങൾ ഒന്നിലധികം കാര്യങ്ങളാണ്. ഒന്നിലധികം കാര്യങ്ങളിലേക്ക് വരുമ്പോൾ എന്തായിട്ടാണ് മാറുന്നത്, പ്ലൂറൽ സെൻസിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്, ആർ ദേ എന്നൊരു ഓപ്ഷനിലേക്ക് പോകുന്നുണ്ടാവും അല്ലേ. സോ ദ റൈറ്റ് ആൻസർ ഈസ് എന്താണ്, ആർ ദേ. ഉണ്ടോ, ഒരിക്കലും നമുക്ക് വേറൊരു ഓപ്ഷനിലേക്ക് പോകാൻ പറ്റൂല. ഹർ നീഡ്സ് ആർ ഫ്യൂ, അവൾക്ക് ആവശ്യങ്ങളില്ല. ഉണ്ടോ, എന്തുണ്ടോ എന്നാണ്, അവളുണ്ടോ എന്നൊന്നും അല്ലല്ലോ, ആവശ്യങ്ങളുണ്ടോന്നല്ലേ. ഈ ആവശ്യങ്ങൾ എന്താണ്, ഒന്നിലധികം കാര്യങ്ങളല്ലേ. ആ ഒന്നിലധികം കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ബഹുവചന സെൻസിലേക്കാണ് മാറുന്നത്. അങ്ങനെ ബഹുവചന സെൻസിലേക്ക് മാറുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ടാവും, ആർ ഡേ എന്ന് പറയാം. ഒരിക്കലും നമുക്ക് ആറിൻ്റെ ദേ പറയാൻ പറ്റില്ല. എന്താണ് ആറിൻ്റെ ദേ പറയാൻ പറ്റാത്തത്, ആറിൻ്റെ ദേ എന്ന് പറയുമ്പോൾ എന്തായിട്ട് വന്നിരിക്കുന്നത്, പിന്നെ നെഗറ്റീവ് ടാഗായിട്ട് മാറും. നെഗറ്റീവ് ടാഗ് മാറില്ല, കാരണം ഇത് വാക്യം നെഗറ്റീവ് ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വന്നിരിക്കുന്നത്, ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് ഏതൊരു എക്സാമിനേഷനും ഒരു മാർക്കിന് ഡെഫിനറ്റ് ആയിട്ടും ചോദ്യം വരുന്ന ഒരു എന്താണ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊന്നാണ് ക്വസ്റ്റ്യൻ ടാഗ്. മാർക്ക് മിസ് ചെയ്യാൻ പറ്റില്ല, കാരണം നമുക്ക് മാർക്ക് വാങ്ങിച്ചേ പറ്റും. അപ്പോൾ ടോപ്പിക്ക് ആപ്ലിക്കേഷനിലൂടെ നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. ദെൻ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് ബേസ് തന്നെ അതിനകത്ത് നിങ്ങൾക്ക് ദെൻ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സെഷൻ എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ കുറച്ച് എക്സ്പ്ലനേഷൻ മാത്രമാണ്. ഓരോ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ PYQ ലെവലിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ. അപ്പം നമ്മൾ 2 മേജർ ടോപ്പിക്സ് മനസ്സിലായല്ലോ. ഏതാണ് ടെൻസസ്, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഉണ്ടാവണം. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ടോപ്പിക്സിൽ സിലബസിൽ നമ്മൾ കവർ ചെയ്യേണ്ടതാണ്. നിങ്ങൾ തയ്യാറെടുക്കുന്ന പരീക്ഷ ഏതാണോ ആ പരീക്ഷയ്ക്ക് മുന്നേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്നുള്ള വ്യക്തമായ ധാരണ, അതായത് സിലബസ് ഓറിയന്റഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവാം. പണ്ടത്തെ പോലെ എന്തെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് ഒരു ടോപ്പിക്ക് നമ്മൾ എക്സാമിനേഷൻ ടൈമിൽ നോക്കി പോകുന്ന രീതി അല്ലത്. ഇപ്പോൾ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പഠിക്കേണ്ടത്. സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാർക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് മിസ് ചെയ്യത്തില്ല. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ഒരു മാർക്ക് പോലും മിസ് ചെയ്യാൻ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അങ്ങനെയുള്ള സബ്ജക്റ്റാണ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ ഗ്രാമർ ലേണിംഗ് എന്ന് പറയുന്നത് സ്കില്ലാണ്. നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നല്ലൊരു കോച്ചിന്റെ സഹായത്തോടു കൂടി നമുക്ക് ട്രെയിൻഡ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങളുടെ നീഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യകതാബോധം അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഡെഡിക്കേഷൻ, നിങ്ങളുടെ പേഷ്യൻസ്, നിങ്ങളുടെ ടൈം ഇൻവെസ്റ്റ്മെന്റ് അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത് നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്കത് എക്സാമിനേഷൻ അത് സക്സസ്ഫുൾ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്ത് മാറ്റാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ 2 ടോപ്പിക്കാണ് ഒരു പ്രീവിയസ് മോഡൽസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്തത് നമുക്ക് എന്താണ്, അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ.